ഒന്നാവൂല. അപ്പൊ പാങ്ങിലാട്ടോട്ടിക്കും. അപ്പൊ ഒന്നാവാണ്ട് തിരിച്ച് പാപ്പാന്റെ പയ്യ ജീവിതത്തിൽ എല്ലാരും എത്തിയമാക്കരുത്. എൻ്റെ ഉപ്പ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കുന്നുണ്ടായത്. ആരോടും പൈസൊന്നും ചോദിക്കാതെ ആരും ദ്രോഹിക്കാതെയാണ് എൻ്റെ ഉപ്പ ഉണ്ടായത്. ഇപ്പൊ കിഡ്നി രണ്ടായിരത്തിന് പോയിട്ട് വല്ലാത്ത കഷ്ടത്തിലാണ്. എൻ്റെ ഉപ്പനെ എല്ലാവരും സഹായിക്കണം. നിങ്ങൾ എത്തിയമാക്കാൻ സഹായിക്കണം. എൻ്റെ പാപ്പാനെല്ലാവരും സഹായിക്കണം. ഉമ്മന്റെ കരുത്തിൽ നമുക്ക് കാണാനില്ല. എത്തിയമാക്കരുത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ ഉപ്പാന്റെ പയ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. ഉമ്മനെ കരുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും നമ്മളെ സഹായിക്കണം. എൻ്റെ ഉപ്പ കൊറേ വേദന സഹിക്കാൻ തുടങ്ങി. നിഷ്കളങ്ക ഈ പൊന്നുമോളുടെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ. തന്റെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാത്ത ഈ പൈതലിനെ ഈ വാപ്പ എടുത്തിട്ടും കൊഞ്ചിച്ചിട്ടും ലാലിച്ചിട്ടും തീർന്നിട്ടില്ല ആഗ്രഹം. ഈ പൊന്നുമോള് ഒന്ന് ഞങ്ങൾക്ക് ഒരു വയ്യില്ല. വാടക വീട്ടില്ലാതെ ഞങ്ങളില്ല. ഞങ്ങളെ സഹായിക്കാനൊന്നും ആരുമില്ല. ഞങ്ങളെ സഹായിക്കണം. എന്റെ മക്കളെ എത്തിവാക്കരുത്. സഹായിക്കണം. കൈവിട എല്ലാവരും സഹായിക്കണം. എന്നെ ഒരു കുറവ് വരുത്താണ്ട് എന്റെ മക്കളെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോ ഒരു വയ്യുമില്ല. എന്റെ പെങ്ങളെ പോലെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഞങ്ങളെ കൈവിടരുത്. എന്റെ മക്കളെ എത്തിവാക്കരുത്. പറയാനും കൊടുക്കാൻ ആരും ഇല്ല. പടച്ചോനെ അങ്ങനല്ലാണ്ട് വേറെ ആരും ഇല്ല. എന്തെങ്കിലും നിങ്ങളെ സഹായിക്കണം നല്ലവരായിട്ട്. എന്റെ വേദന സഹിക്കാനാന്നില്ല, കാണാനാന്നില്ല. എനിക്ക് എപ്പോഴും കടന്ന എനിക്ക് ഉറക്കം വരുന്നില്ല. കാണുമ്പോ എന്റെ മുമ്പിൽ ചിരിക്കുന്ന കാണിക്കുന്നതന്നെ മനസ്സിലുള്ള വേദന എനിക്ക് അറിയുള്ളൂ. പിഞ്ചു മക്കളെ എത്തിമാക്കിയൊക്കെ എല്ലാരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഈ അവസ്ഥകൾ കണ്ടോ? ജീവിച്ച് കൊതി തീരാത്ത ഒരു ചെറുപ്പക്കാരാണ്. 3 മക്കളുടെ പിതാവാണ്. ഇരു വൃക്കകളും തകരാറിലായി, കിഡ്നി നഷ്ടപ്പെട്ട് വല്ലാത്തൊരു പ്രയാസമാണ്. ഡയാലിസ് ചെയ്ത് വല്ലാത്തൊരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ഭീമമായ 30 ലക്ഷം രൂപ വേണം. വളരെ പാവപ്പെട്ടവരാണ്. സ്വന്തമായ ഒരു വീട് പോലുമില്ല. ഒരു ആട്ടോ തൊഴിലാളിയാണ്. ഇത് കർണാടകയിലെ കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. വല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ. ഈ പൈതലിനറിയോ തന്റെ വാപ്പയുടെ വേദന എന്താണെന്നും തന്റെ വാപ്പയുടെ വിഷമം എന്താണോ ഒന്നും അറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്നെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ സന്തോഷിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല ഉസ്താദ്. വല്ലാത്തൊരവസ്ഥയാണ്. വാടക വീട്ടിലാണ് താമസം. നിസ്സഹായരാണ്. ഒന്നുമില്ല. വളരെ പാവപ്പെട്ടവരാണ്. ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പിതാവ് അധ്വാനിച്ചിട്ട് വേണം, അല്ലെ? മറ്റുള്ളവർ കൊടുക്കുമ്പോ, കുടുംബക്കാര് കൊടുക്കുമ്പോ എത്ര കണ്ട് ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റും? ഈ മക്കളുടെ ആഗ്രഹം ഈ മക്കൾ ആരോട് പറയാൻ പറ്റും? ആ പിതാവിനോട് തന്നെ പറയാൻ പറ്റും. ഒന്ന് ജോലിക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. വല്ലാത്ത ക്ഷീണമാണ്. കിഡ്നി മാത്രമല്ല, ഹാർട്ടുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുണ്ട്, മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. നിസ്സഹായരാണ്. വല്ലാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. ഭീമമായ 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം.
പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. കൊണ്ടകേരിയിലുള്ള എല്ലാവരും, ഇവിടുത്തെ യുവാക്കള്, നാട്ടുകാര്, പ്രായമുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ പൊന്നു മക്കളുടെ ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം. പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ബാപ്പ വേദനിക്കല്ലേ, ബാപ്പ വിഷമിക്കല്ലേ, ബാപ്പ പ്രയാസപ്പെടല്ലേ, ബാപ്പയെ ചേർത്ത് പിടിക്കും, നന്മയുള്ള ആളുകൾ ചേർത്ത് പിടിക്കുമെന്ന് ആ പൊന്നുമോള് പ്രതീക്ഷയോടെ ആ ബാപ്പയുടെ മുമ്പിൽ നിറകണ്ണുകളോടെ പറയുമ്പോ നമ്മളല്ലാതെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം. വളരെ അർഹതപ്പെട്ട കുടുംബത്തിലെ വളരെ അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടുകാരനെ ഷംസുദ്ദീന് ഓട്ടോ ഡ്രൈവറാണ്, വാടക വീട്ടിൽ താമസിക്കുന്നതാണ്. 2 കിഡ്നി തകരാറായിട്ട് ചികിത്സയ്ക്ക് ഭീമമായ സംഖ്യ വേണം. ഇതിനെല്ലാവരും സഹകരിക്കണം, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.